ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരിയിലാണ്. ഈ പുറകിൽ കിടക്കുന്നതാണ് ഞാൻ വന്ന ട്രെയിൻ, കന്യാകുമാരി എക്സ്പ്രസ്, കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്. ഇനി കന്യാകുമാരിയിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഹായ്, ഞാനിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ്. ഇപ്പോൾ സമയം 10 മണി. 8:38 വരേണ്ട ഒരു കന്യാകുമാരി എക്സ്പ്രസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. 10 മണിക്ക് വരുമെന്ന് അറിയാൻ സാധിച്ചു. ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് പോയി എടുത്തു. ട്രെയിനിൽ കയറിയപ്പോൾ മുടിഞ്ഞ തിരക്ക്. പിന്നെ നിന്ന് യാത്ര ചെയ്തു. അങ്ങനെ ചങ്ങനാശ്ശേരിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുകയാണ്. 8:38 ഈ വരുന്ന ട്രെയിന് 2:50 കന്യാകുമാരിയിലെത്തുന്നത്. എന്നാൽ ഇന്ന് ട്രെയിന് 10 മണിക്കാണ് ലേറ്റായിട്ടാണ് വന്നത്. ഇതുണ്ടോ, വാതിക്കലിരുന്ന് ഒരു യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും അപകടം പിടിച്ച ഒരു സംഭവമാണ് ഈ വാതിക്കലിരുന്ന് യാത്ര ചെയ്യുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാത്തൊരു സംഭവമാണ്. ഇങ്ങനെ വാതിക്കലിരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് പുറകിലേക്ക് വന്ന ആ ഡോറ് വന്ന് ഇടിച്ച് നമ്മൾ താഴെ വീഴാൻ ചാൻസ് വളരെ കൂടുതൽ. ഞാൻ നേരത്തെ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഭയങ്കര നമുക്കൊരു ബോധമൊക്കെ വന്ന സമയമായതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാറില്ല. കണ്ടില്ല, അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുമോ? ആ ഡോറെങ്ങാനും പുറകോട്ട് വന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അവൻ നേരെ തെറിച്ച് പാളത്തിലോട്ടല്ലേ പോയി കിടക്കുന്നത്. അതിനുള്ള ബേസിക് നോളജ് പോലും ഇല്ല. അവൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി ഈ ട്രെയിൻ എനിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയതാണ്. ഞാൻ ഈ ട്രെയിനിൽ പോകാൻ വേണ്ടി വന്നതല്ല. ഈ ട്രെയിൻ 8:30 വരേണ്ട ട്രെയിനായിരുന്നു. ഞാൻ വന്നപ്പോൾ 10 മണിയായി. ഞാൻ വന്നപ്പോൾ കറക്റ്റ് ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓടിപ്പോയി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് റേറ്റ് പറയുന്നത് 95 രൂപയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 95 രൂപ. കോട്ടയം ടു കന്യാകുമാരി 95 രൂപ. ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തു. നേരെ ചെന്നപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്ന് ട്രെയിൻ വന്ന് കിടക്കുക. പിന്നെ ഓടിച്ചാടി കയറിയപ്പോൾ മുടിഞ്ഞ തിരക്ക്, ഭയങ്കര തിരക്ക്. സ്ലീപ്പർ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ചങ്ങനാശ്ശേരിയൊക്കെ ആയപ്പോൾ സീറ്റ് കിട്ടി. എനിക്ക് കൂടുതൽ ബസ് യാത്രകളോട് താല്പര്യം. പിന്നെ ഞാനൊരു ഇന്ത്യയുടെ അങ്ങേയറ്റത്തേക്കുള്ള അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര ഒരു വെറൈറ്റി ആകട്ടെ, ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാമല്ലോ എന്നൊരു ചിന്തയിലാണ് ഈ ട്രെയിനിൽ കയറിയത്. അല്ല, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ കയ്യൊക്കെയുള്ളവനാണ് കാര്യക്കാരൻ. നമുക്ക് വേണേൽ നമ്മളെ സീറ്റ് ചാടി പിടിച്ചെടുത്തോണം. എനിക്കങ്ങനെ ആദ്യം ഒരു ബർത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വിൻഡോ സീറ്റ് കിട്ടി. ഞാൻ പിന്നെ ചാടി അവിടെ കയറിയിരുന്നു. അല്ലെ അതുപോലും കിട്ടത്തില്ല. അല്ലെ കന്യാകുമാരി വരെ ഇങ്ങനെ നിന്ന് പോകണം. ഏകദേശം തിരുവനന്തപുരം വരെ ട്രെയിൻ ഭയങ്കര തിരക്കാണ്. തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരി വരെ ആരുമില്ല. എൻ്റെ സെക്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇതൊരു ഗുഡ്സാണ് കിടക്കുന്നത്. കോട്ടയം ഭാഗത്തേക്ക് പോകാൻ കിടക്കുന്ന ഒരു ഗുഡ്സാണിത്. ഭയങ്കര നീളമാണ്. ഏകദേശം എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് അറിയില്ല. നല്ല നീളമുണ്ട്. ഞാൻ പോകുന്ന ട്രെയിനിൻ്റെ ഒരു 3 ഇരട്ടി നീളമെങ്കിലും കാണുമെന്ന് തോന്നുന്നത്. ഇന്ത്യൻ റെയിൽവേ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോഴും. എന്നാലും ഈ റെയിൽവേയിലെ തിരക്ക് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഇതൊക്കെ കേരളത്തിലെ സംഭവം പിന്നെയും കുഴപ്പമില്ല. കേരളത്തിന് പുറത്തോട്ട് പോകണം. എൻ്റെ അമ്മ സൂചി കുത്താനായിട്ട് ആ സ്ലീപ്പറിൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. സ്ലീപ്പറിൽ പോലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്ന് കയറിയിരിക്കും. നമ്മുടെ സ്ലീപ്പറിൽ വരെ അവിടെയുള്ളവർ വന്ന് കയറിയിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. പുറത്തോട്ട് പോകുകയാണെങ്കിൽ, കേരളത്തിന് വെളിയിലോട്ട് പോകുകയാണെങ്കിൽ AC യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. സ്ലീപ്പറിൽ പോലും യാത്ര ചെയ്യാൻ മേലാത്ത അവസ്ഥ. പിന്നെ കേരളത്തിൽ കുഴപ്പമില്ല. കേരളത്തിൽ സ്ലീപ്പറിലൊന്നും അങ്ങനെ വരാറില്ല. ഇത്ര നേരം യാത്ര ചെയ്തിട്ട് ഇതുവരെയായിട്ടും TT കാണുക പോലും ചെയ്തില്ല. എൻ്റെ കൂടെയുള്ളവരിൽ എത്ര പേര് ടിക്കറ്റ് എടുക്കാൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത്രയും കെയർലെസ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവരെയായിട്ടും TT കാണുക പോലും ചെയ്തിട്ടില്ല. നല്ല പച്ചപ്പിനിടയ്ക്കൂടെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിങ്ങനെ യാത്ര ചെയ്യണം. എന്നാ സുഖമാണ്. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പൊളി വൈവെന്ന് വെച്ചാൽ പൊളി വൈവ്. ആ തെങ്ങിൻ തോപ്പൊക്കെ കണ്ടില്ലേ, എന്നാ മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നെൽപ്പാടം. ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും മറ്റേ അഷ്ടമുടിക്കായൽ, അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെല്ലാം തൊട്ടുള്ള ഒരു ജസ്റ്റ് ട്രെയിലർ മാത്രം ഇത്.
ഇതൊക്കെ റെയിൽവേയുടെ വളരെ മോശം ഒരു സംഭവമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാരെല്ലാം കുടയും ചൂടിയൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ എന്തെങ്കിലും കയറിയിരിക്കാനുള്ള സൗകര്യമോ സൺഷെയ്ഡൊക്കെ പണിയുവാണെങ്കിൽ അടിപൊളിയാവും. ഇവിടെ എല്ലാം ഏണ്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വരുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം. ഇത് കംപ്ലീറ്റ് ആയിട്ട് വെക്കണ ഒരു കുഴപ്പമില്ല. ഒരു പ്ലാറ്റ്ഫോം ഫുൾ ഇങ്ങനെ വെക്കണ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ അപ്പുറത്തൊക്കെ വെയിൽ കൊണ്ട് നമ്മൾ ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തേക്ക് ഓടി വരുമ്പോഴത്തേനും നമ്മുടെ പരിപാടി തീരും. ആ ഒരു രീതിയാണ് വെയിലും കൊണ്ട്. ട്രെയിൻ അങ്ങനെ കായംകുളം പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ്. കായംകുളം ഒരു ഫേമസ് സ്ഥലമാണെങ്കിലും കായംകുളത്തെ റെയിൽവേ സ്റ്റേഷൻ വലിയൊരു ലുക്കില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാം ചുമ്മാ ഒരു തിരക്കില്ലാത്ത എന്തോ ഒരു അവാർഡ് സിനിമ കാണുന്ന പോലെയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനോട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്. ഇവിടെ കടകളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കുറഞ്ഞ ചിലവ് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം കടകൾ നിറയും. കടകൾ നിറയുമ്പോൾ തന്നെ നല്ലൊരു റഷാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, പോകുന്ന വഴിക്കെല്ലാം ചുമ്മാ കുറച്ച് സീറ്റും കാണാം, കുറച്ച് വിളക്കും കാണാം, വേറെ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുവാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് റെൻറ്റിനൊക്കെ കൊടുത്ത് റെയിൽവേ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കണം. കായംകുളം എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അങ്ങനെ കായംകുളത്തിനോട് വിട പറഞ്ഞ് അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി ട്രെയിൻ പായുകയാണ്. അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി സ്റ്റേഷനാണിത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ചുമ്മാ ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുക, ഒരു ഇതുമില്ല. ഒരു ഭംഗിയൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ അങ്ങനെ നീങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, അല്ല വേറെ ഒന്നുമില്ല. ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു, ട്രെയിൻ പോവുകയാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. വളരെ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് ശാസ്താംകോട്ട ലേക്ക് ഒക്കെ ഭയങ്കര ഫേമസാണ്. ശുദ്ധജല തടാകങ്ങളായ ശാസ്താംകോട്ട ലേക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കായലുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കൊല്ലം കയറിക്കഴിഞ്ഞാൽ കുറച്ച് കായലുകളും അഴിമുഖങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിനിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാം. ഇനി ട്രെയിൻ നല്ല വളഞ്ഞു പൊളഞ്ഞു പോകുന്നൊക്കെ ഇതേണ്ട ഒരു കായൽ കാണാം. ഇതാണ് ശാസ്താംകോട്ട കായൽ. കായലിൻ്റെ സൈഡിലൂടെ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്കൊക്കെ ചെമ്മീൻ കെട്ട്, മറ്റേ പൊന്മാൻ സിനിമയിലെ ചെമ്മീൻ കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പൊന്മാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെമ്മീൻ കെട്ടാണ്. ചെമ്മീൻ കെട്ടൊക്കെ പോകുന്ന വഴിക്ക് കാണാം. നല്ല പച്ചപ്പിലൂടെ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. വേണ്ട വീണ്ടും ഒരു കായലിൻ്റെ സൈഡിലൂടെ പോകണം. എന്നാ സുഖമാണെന്നറിയാമോ. ഇവിടെ എല്ലാം വെള്ളം കയറി ഇങ്ങനെ കിടക്കുക. ഇതെല്ലാം ചതുപ്പ് നിലങ്ങളാണ്. ഇതാണ് മൺട്രോ തുരുത്ത്. കേണൽ മൺട്രോ, കൊച്ചി ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ പേരിലുള്ള ഒരു തുരുത്താണ് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് മൺട്രോ തുരുത്താണിത് ആക്ച്വലി. ആ റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് മൺട്രോ തുരുത്തിലൂടെ. ഇവിടെ എല്ലാം ചുറ്റിനെല്ലാം നല്ല കായലുകളും അഴിമുഖങ്ങളും ഒക്കെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പോകുന്ന വഴിക്കെല്ലാം ചെമ്മീൻ കെട്ട്. ഇതാണ് ചെമ്മീൻ കെട്ട്. പൊന്മാൻ സിനിമയിലെ ചെമ്മീൻ കെട്ടുകളാണിത്. ഉണ്ട് ചെമ്മീൻ കെട്ടുകൾ. ഇതൊക്കെ ചെമ്മീൻ കെട്ടുകളാണെന്ന് എനിക്ക് മനസ്സിലായത് പൊന്മാൻ സിനിമ കണ്ടപ്പോഴാണ്. നല്ല നല്ല കാഴ്ചകൾ. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ട്രെയിനിങ് യാത്ര ചെയ്യണം. വളരെ ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബാണിത്. ഇതൊന്നും ഇതൊക്കെ അനുഭവിച്ചറിയണം. മൺട്രോ തുരുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ട്രെയിൻ പോവുകയാണ്.
എന്താ ചുറ്റിനും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഇങ്ങനെ കാണാൻ കഴിയും. നല്ല രസമുണ്ട്, നല്ലൊരു പ്രത്യേക ഒരു ഭംഗി. എൻ്റെ നാട്ടിൽ ട്രെയിൻ ഇല്ല, അത് കാരണം ഇങ്ങനെ വല്ലപ്പോഴും വർഷത്തിലൊന്നൊക്കെയാണ് ട്രെയിനിൽ കയറുന്നത്. കാരണം ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഡെയിലി കയറുന്നവരെ പോലെയല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കൂടുതൽ ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത്. ആ ട്രെയിൻ ആ വളഞ്ഞു പോകുന്ന ദൃശ്യം കണ്ടോ? ഇത് ശരിക്കും കന്യാകുമാരിയൊക്കെ എത്താറാകുമ്പോൾ ട്രെയിൻ വളയുന്നൊരു സംഭവം. അതിൻ്റെ വീണ്ടും ഒരു കായലെത്തി ഒരു ബോട്ട് പോകുന്നുണ്ട്. ബോട്ട് പോകുന്നു. നല്ല ഒരു പാലം പണിയുന്ന ഒരു സംഭവം കണ്ടോ? പാലം പണിയുന്നു. പണി തീർന്നിട്ടില്ല. പാലമൊക്കെ പണി തീർന്ന് കഴിയുമ്പോഴത്തേന് അടിപൊളിയായിരിക്കും. ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഈ ട്രെയിൻ യാത്രക്കിടയിലാണ് ഞാൻ പഴയൊരു മുംബൈ യാത്ര ഓർക്കുന്നത്. അന്ന് ഞാൻ ഹൈദരാബാദിൽ നിന്ന് മുംബൈ വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. അന്ന് ഞാനൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്തു. പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ തന്നെ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് സ്ലീപ്പറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. സ്ലീപ്പറിൽ ചെന്നപ്പം പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തി പട എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. സ്ലീപ്പറിൽ എന്ന് വെച്ചാൽ ജനറലിൻ്റെ ഇരട്ടി തിരക്ക്. പിന്നെ ഞാൻ ഒരു തരത്തിൽ അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:30 തൊട്ട് പിറ്റേന്ന് രാവിലെ 7 മണി വരെ നിന്ന് യാത്ര ചെയ്ത് ഹൈദരാബാദിൽ നിന്ന് മുംബൈ വരെ എത്തി. മര്യാദയ്ക്ക് AC-യിലോ വല്ലതും കയറിയാൽ മതിയായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. കേരളത്തിൽ മാത്രം നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സ്ലീപ്പറിലും ധൈര്യമായിട്ട് യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഞാനന്ന് ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് പോയപ്പോൾ തന്നെ മുഴുവൻ ഹിന്ദിക്കാർ മുഴുവൻ പാൻപരാഗും ഹാൻസും എല്ലാം ചാവച്ച് നാറ്റിച്ച്. ഞാൻ മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യനായിട്ട്. ചുമ്മാ അമാരെയൊക്കെ നമുക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ തിരക്ക് എന്ന് വെച്ചാൽ അതുപോലത്തെ തിരക്ക്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ള കുഴപ്പം വെച്ചാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ തിരക്ക്, അത് ഭയങ്കര തിരക്കാന്നേ ഉള്ളൂ. സ്ലീപ്പറിലൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെയൊന്നും സ്ലീപ്പറിലൊന്നും അങ്ങനെ ആരും വലിഞ്ഞു കയറിയൊന്നും പോകത്തില്ല. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് വലിഞ്ഞു കയറ്റമാണ്. അങ്ങനെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇതൊരു അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ല്. പക്ഷേ അതിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കിതുവരായിട്ട് മനസ്സിലായിട്ടില്ല. കൊല്ലം കണ്ടവന് ഈ സൈഡിലെ ഇടതുവശത്തായി ഫാത്തിമ മാതാ കോളേജ്, ഫേമസ് കോളേജാണ് ഫാത്തിമ മാതാ കോളേജ്. ഇതാണ് ഫാത്തിമ മാതാ കോളേജ്. അത്യാവശ്യം മുഴുത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അകലേന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എഴുതിയ കൊല്ലം എന്ന ബോർഡ് കാണാം. ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇതുവരായിട്ട് ഒരു ചായക്കാരനെ പോലും കണ്ടില്ല. ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര ചെയ്യണം, വളരെ രസമുള്ള സംഭവം. പക്ഷേ ഇതുവരായിട്ടും ചായയായിട്ട് ആരും വന്നില്ല. അപ്പുറത്തൊരു കോട്ടയം ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നൊരു ട്രെയിൻ കിടപ്പുണ്ട്. ഞാൻ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ ഇറങ്ങണം എന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം എനിക്ക് കിട്ടിയ സീറ്റ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അത് ജനറലാണ്. നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് വരുമ്പോഴത്തേനും അവിടെ വേറെ ആൾ കയറിയിരിക്കും. അത് കാരണം മൂത്രം ഒഴിക്കാൻ പോലും എഴുന്നേറ്റ് പോകാൻ മേലാത്ത അവസ്ഥയാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇച്ചിരി മേജർ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിൻ ഇങ്ങനെ മന്ദം നീങ്ങുകയാണ്. റെയിൽവേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിനിൽ മറ്റേ മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ യാത്രക്കാർക്കൊക്കെ അത് ഇച്ചിരി കുറച്ചും കൂടി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. റെയിൽവേ ഒരുപാട് അപ്പുറത്തൊരു ലോക്കൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ലോക്കൽ ട്രെയിനാണ്, പക്ക ലോക്കൽ ട്രെയിൻ. ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല രസമുള്ളൂ. ഭയങ്കര റേറ്റും കുറവാണ്, നല്ല രസമാണ് ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. മുംബൈയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ലോക്കൽ ട്രെയിനാണ്. ഇവിടെ അങ്ങനെ ലോക്കൽ ട്രെയിനുകൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെ റെയറായിട്ടൊക്കെ പറ്റത്തുള്ളൂ. ചില വലിയ സ്റ്റേഷനുകളൊക്കെ ഉള്ളൂ ഇങ്ങനെ ലോക്കൽ ട്രെയിനുകൾ. അതെല്ലാം കുറച്ച് ഡിസ്റ്റൻസ് മാത്രം പോകുന്ന ട്രെയിനുകളാണ് അതൊക്കെ. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും
പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറും. ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലോണം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കൊല്ലം റെയിൽവേ. ആ ട്രെയിനിൻ്റെ വളഞ്ഞു പോകുന്ന ആ ഒരു ദൃശ്യം കണ്ടോ? ട്രെയിനിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണണമെങ്കിൽ ട്രെയിൻ വളയണം. അത് കന്യാകുമാരി റൂട്ടിൽ ട്രെയിൻ നല്ലോണം വളയുന്നൊരു സംഭവമുണ്ട്. പോലെ വളയും. അത് കാണണം. അത് നമ്മൾ പുറകിൽ നിന്ന് കാണണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യണം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. ഞാനിച്ചിരി ബാക്കിലായതുകൊണ്ടാണ് എനിക്ക് നല്ലോണം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമയം 11:42. ട്രെയിൻ 1.5 മണിക്കൂർ ഡിലേ ആണെങ്കിലും ഓൺ ടൈമിൽ തന്നെ കന്യാകുമാരി ട്രെയിൻ എത്തും. ആ രീതിയിലാണ് ട്രെയിൻ പോകുന്നത്. മണിക്കൂറിൽ 112 കിലോമീറ്റർ സ്പീഡ് പോകുന്നുണ്ട്. ഇത് കൊല്ലം ടൗണാണിത്. ഇപ്പുറത്തൊരു കോളേജ് കാണാം. കൊല്ലം ടൗണിലൂടെ ഇങ്ങനെ പോവുകയാണ് ട്രെയിൻ. ഈ ടൗണിലൂടെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ്. സാധാരണ നോർമലി ട്രെയിൻ കാട്ടിക്കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ടൗണിൽ അങ്ങനെ ടച്ച് ചെയ്യാറില്ല. ടൗണിലൂടെ ടച്ച് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ടൗണിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതുപോലെ തന്നെ നമ്മൾ കൊച്ചി വഴി പോവുകയാണെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഭയങ്കര വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബാണത്. അതുകൊണ്ട് വീണ്ടും ഒരു കായലെത്തി. കായലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകണം. ഒരു ചായയൊക്കെ ഉണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ചിങ്ങനെ യാത്ര ചെയ്യണം. എന്നാ സുഖമാണ്. പൊളി വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ അനുഭവിക്കണം. അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കായലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ഈ തെക്കോട്ടുള്ള യാത്രയിൽ ഏറ്റവും അടിപൊളി ഈ കൊല്ലം ജില്ലയിലുള്ള ട്രെയിൻ യാത്രയാണ് ഏറ്റവും അടിപൊളി, മനോഹരമായ കാഴ്ച. പിന്നീടുള്ള തിരുവനന്തപുരം കഴിഞ്ഞാലേ ഉള്ളൂ. തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെ നല്ല ടണലുണ്ട്. ഒരുപാട് ടണലിലൂടെയുള്ള യാത്രയുണ്ട്. പിന്നെ നല്ല രസം. നല്ല ആ ലാൻഡ്സ്കേപ്പ് എല്ലാം ഒരു പ്രത്യേക രസമാണ്. നല്ല നീളമുള്ളൊരു കായലാണ്. കായലിൻ്റെ മേളിലൂടെയുള്ള യാത്ര. അപ്പോൾ നമ്മളിപ്പം ആ ഡോറിൻ്റെ അവിടെയൊക്കെ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ താഴോട്ട് വലിച്ചെടുക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ആ രീതിയിലാണ് ട്രെയിൻ പോകുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഒരു പാളം പണിയുന്നൊരു സീനാണ്. ഇതാണ് പാളം പണിയുന്ന മെഷീനാണ് ഈ കിടക്കുന്നത്. ഒരു പാളം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റാക്കുന്നത് ഈ മെഷീൻ വഴി ചെയ്യുമ്പോഴാണ്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡാണ് ഇപ്പോൾ റെയിൽവേ. വളരെ വേഗത്തിൽ ഇപ്പം പാളങ്ങളൊക്കെ പണിയാൻ പറ്റുന്നുണ്ട്. നേരത്തെയൊക്കെ വർഷങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പം ഇവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. അതുകൂട്ടൊരു മെഷീനാണ് ആ സൈഡിൽ കിടക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു JCB ഈ പാളത്തിലൂടെ പോകുന്നൊരു സംഭവം കാണാം. വാട്ടെ കണ്ടോ, ഇപ്പോൾ ഒരു സംഭവം കണ്ടോ? നിങ്ങളൊരു കാര്യം കണ്ടാൽ ഇപ്പോൾ ഞെട്ടും. ഇപ്പോൾ ഒരു JCB ഈ പാളത്തിലൂടെ വരുന്നൊരു സീനുണ്ട്. ഇതുണ്ടോ, JCB പാളത്തിൽ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഇത് കാണുന്നതുകൊണ്ട് മാത്രമല്ലേ വിശ്വസിക്കുന്നത്. ഇത്ര നമ്മൾ കാണാത്ത എന്തെല്ലാം കാഴ്ചകളാണ് ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുവാണ്. ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ട്രെയിൻ വർക്കല സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഫേമസ് സ്ഥലമാണ് വർക്കല. വർക്കലയിലൂടെ ശിവഗിരി തീർത്ഥാടന കേന്ദ്രമുണ്ട്, ബീച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് വർക്കല. അതാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഒന്നും ആൾക്കാർക്ക് വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കുറച്ച് മാറുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള ഷെയ്ഡുകളുള്ളത്. ആ തുടക്കത്തിലൊക്കെ കണ്ടില്ല, അവരൊക്കെ കുടയൊക്കെ ചൂടി നിൽക്കുന്നത്. ഇവിടെ എല്ലാം വേണ്ടൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പണിത് വരുമ്പോൾ അറിയാം. ഇങ്ങനെ വർക്കല സ്റ്റേഷനിലൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ചതുപ്പ് നിലങ്ങളാണ്.